ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേറ്ററ്റിന്റെ വേരിഫിക്കേഷൻ ഒക്കെ നടക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് കേറ്ററ്റ് വേരിഫിക്കേഷന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കേറ്ററ്റ് ക്വാളിഫൈഡ് ആയ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കൊണ്ടുപോകണം, അതോടൊപ്പം തന്നെ നമ്മൾ ആ സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകൾ പിൻ ചെയ്യേണ്ട ഓർഡർ വരെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ കേറ്ററ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ ആകാനുള്ള ആദ്യത്തെ കടമ്പ നമ്മൾ കടന്നു. ഇനി അടുത്ത ഘട്ടം എന്താണ്? ഈ LP-UP അല്ലേ. അപ്പൊ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് LP-UPയുടേത്. അത് 2026 ഡിസംബറോട് കൂടി ഉണ്ടാവും. 27 പരീക്ഷയും ഉണ്ടാവും. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഒരു നല്ല റാങ്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ എയിം സ്റ്റഡി സെന്ററിൽ LP-UPയുടെ ലോങ് ടേം മെന്റർഷിപ്പ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. എക്സാം വരെ വാലിഡിറ്റി വരുന്ന ഒരു പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഏറ്റവും ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ LP-UPയിൽ 1000-ലധികം ആളുകളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ച ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ ഒന്നുകൂടെ ഗ്രേഡപ്പ് ആയ ക്ലാസ്സുകളോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ LP-UP പ്രിപ്പറേഷൻസ് ആരംഭിക്കാം, നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കേഡറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് നോക്കിയാലോ. അപേക്ഷ സമർപ്പണ സമയത്ത് വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. പരീക്ഷാർത്ഥി തന്നെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ തന്നെ പോകണോ മിസ്സേ, വീട്ടിൽ നിന്ന് ആരെങ്കിലും അയച്ചാൽ മതിയോ? ഒന്നില്ലെങ്കിൽ അബ്രോഡ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസീവ് ആയിട്ട് പ്രഗ്നന്റ് ആയിട്ട് ഡെലിവറി എക്സ്പെക്ടിങ് ഡേറ്റ് ഒക്കെ ആയ കുട്ടികളുണ്ടാവും. അവരൊക്കെയാണ് വിളിച്ചു ചോദിക്കുന്നത്. പക്ഷെ നിർബന്ധമായും ഉദ്യോഗാർത്ഥി തന്നെ പോകണം. ഹോൾ ടിക്കറ്റ് ഇൻവിജിലേറ്റർ ഒപ്പുവെച്ചത് നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. സപ്പോസ് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷ അയച്ചതിന്റെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നീട് ഇൻവിജിലേറ്റർ ഒപ്പുവെക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല കേട്ടോ. B.Ed, D.Ed, DLED പഠിച്ചുകൊണ്ടിരിക്കുക പരീക്ഷ എഴുതിയ കേട്ടറ്റ് പരീക്ഷ അപേക്ഷിക്കുന്ന അവസരത്തിൽ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നുവെന്ന് നൽകുന്ന സ്ഥാപക മേലധികാരിയുടെ സർട്ടിഫിക്കറ്റും പ്രസ്തുത കോഴ്സ് വിജയിച്ച സർട്ടിഫിക്കറ്റും പരിശോധനാ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റുകളുടെയും അസൽ പരിശോധനയ്ക്ക് ഹാജരാക്കണം. അതായത് നിങ്ങളുടെ കോപ്പിയും വേണം, ഒറിജിനലും വേണം. സർട്ടിഫിക്കറ്റുകളുടെ മാർക്ക് ലിസ്റ്റുകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി ഹാജരാക്കേണ്ടതാണ്. അന്യ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റി ബോർഡുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന പരീക്ഷാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സത്യാവസ്ഥ ഉറപ്പുവരുത്തുന്നതിന് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി അഥവാ ബോർഡുകൾ സർട്ടിഫിക്കറ്റിന്റെ മാർക്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നതിന് ആവശ്യമായ തുകയുടെ DD ഹാജരാക്കേണ്ടതാണ്. അതായത് നമുക്ക് ജെന്യൂനിറ്റിക്ക് അപേക്ഷിക്കാനുള്ള DDയും കൂടെ നമ്മൾ അവിടെ സമർപ്പിക്കേണ്ടതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി താഴെ പറയുന്ന ക്രമത്തിൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി വേരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ടതാണ്. ഹോൾ ടിക്കറ്റ്, റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട്, SSLCയുടെ മുൻവശം മാർക്ക് ലിസ്റ്റ്, അതായത് ബുക്കാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ മാർക്ക് ലിസ്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, അതായത് നമ്മുടെ എത്ര A+ അങ്ങനെയുള്ളതാണെങ്കിലും അതും കൈ കരുതുക. ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റ്, TTC, D.Ed, DLED എന്നിവയുടെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റ്, അതേപോലെ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് 2ാം വർഷം അവസാന വർഷം അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് ആയാലും ഓക്കെ ആയിരിക്കും. പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ്, B.Edന്റെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും, അന്യ സംസ്ഥാനങ്ങളിൽ യൂണിവേഴ്സിറ്റി ബോർഡുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ് എന്നിവയുടെ 2 കോപ്പി ഹാജരാക്കേണ്ടതാണ്. അന്യ സംസ്ഥാനങ്ങളിലാണെങ്കിൽ 2 കോപ്പി ഹാജരാക്കേണ്ടതാണ്. പരിശോധനയ്ക്ക് യഥാസമയം ഹാജരാകുവാൻ സാധിക്കാത്തവർ തൊട്ടടുത്ത കേഡറ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ എന്നുകൂടെ ഓർക്കുക. അപ്പോൾ ഈ പറയുന്ന എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് പിൻ ചെയ്യേണ്ട ഓർഡർ കൂടെ ഞാൻ പറഞ്ഞുതരാം. കേട്ടറ്റ് വെരിഫിക്കേഷൻ ഫോം അല്ലെ, നമ്മൾ അവിടെ ചെന്നത് ഒരു ഫോം ഉണ്ടാവും, അത് പൂരിപ്പിക്കണം. ദെൻ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിന്റെ ഒറിജിനൽ ഇൻവിജിലേറ്റർ ഒപ്പുവെച്ചത്, അതേപോലെ റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണം. അത് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് 4ാമത് പിൻ ചെയ്യുന്നത് SSLCയുടെ സർട്ടിഫിക്കറ്റ് ആണ്. 5ാമത് ഹയർ സെക്കൻഡറി നമ്മൾ +2 സർട്ടിഫിക്കറ്റ്, 6 ഡിഗ്രിയുടെ D.Ed, DLED ഏതാണോ അത് കഴിഞ്ഞ് 7ാമത്തെ നമ്മുടെ B.Edന്റെ വെക്കണം, അതിന്റെ മാർക്ക് ലിസ്റ്റ് വെക്കണം. ദെൻ 9ാമത് വെക്കേണ്ടത് B.Edന്റെ മാർക്ക് ലിസ്റ്റ് ആണ്. ദെൻ പഠിച്ച സ്ഥാപന മേലധികാരിയുടെ സർട്ടിഫിക്കറ്റ്, അത് ഏതൊക്കെയാണ്? D.Ed, DLED ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഓക്കെ. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി? മാർക്ക് ലിസ്റ്റ് വരെ B.Edന്റെയും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ ഡിഗ്രി ഉള്ള കുട്ടികളാണ്, +2 TTC ഉള്ളവർ ശ്രദ്ധിക്കുക. +2ൻ്റെയും 10th +2 നിങ്ങളുടെ TTCയുടെ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇനിയിപ്പോൾ ഡിഗ്രി ഉള്ള കുട്ടികളാണ്, കാറ്റഗറി 2 ആണ് എഴുതിയതെങ്കിൽ +2 പിന്നെ TTC ആണോ ഡിഗ്രി ആണോ ഏതാണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അത്,
എന്നിട്ട് TTCയുടെ സർട്ടിഫിക്കറ്റ് ആ ഓർഡറിൽ, നമ്മളെ കഴിഞ്ഞ ഓർഡറിൽ എന്ത് ചെയ്യുക, നിർബന്ധമായും പിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഹോൾ ടിക്കറ്റിൻ്റെ ഒറിജിനൽ മറന്നു വെച്ചിട്ട് വരരുത്. ഓക്കെ, അത് മാത്രം. ഇനി പിന്നെ നമുക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. ഇനി സർട്ടിഫിക്കറ്റ് വാങ്ങാനും നമുക്ക് പോകണം. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ കളഞ്ഞിട്ട ശേഷം എന്ത് ചെയ്യരുത്, അയ്യോ മിസ്സേ വെരിഫിക്കേഷൻ പോയി വന്നപ്പോൾ അവിടെ ഒറിജിനൽ ഞാൻ കൊടുത്തു വെച്ചു പോയി, ഞാൻ മറന്നു വെച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. കാണാനില്ല, മിസ്സായി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുടെ എണ്ണം ചെറുതൊന്നും അല്ല. അതുകൊണ്ടാണ് ഓരോ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പുറത്തു ആണ് നിങ്ങൾ TTC അല്ലെങ്കിൽ ഡിഗ്രിയുടെ ഒക്കെ ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ, BEd പുറത്ത് ചെയ്തവരുണ്ടാവില്ലേ, അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഡിഗ്രിയോ BEd ഒക്കെ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ എന്താണ്, അതിൻ്റെ ജെന്യൂനിറ്റിക്ക് വേണ്ടിയിട്ടുള്ള DD അവിടെ സമർപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം എല്ലാ സർട്ടിഫിക്കറ്റിനും 2 കോപ്പിയും കൂടെ കയ്യിൽ വെച്ചോളൂ. ഓക്കെ, അവർ ചോദിക്കുന്നതിനനുസരിച്ച് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ LP-UPയുടെ കാര്യം മറക്കണ്ട, നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. ഒരു അടിപൊളി റാങ്കിലേക്ക് എത്തിയാൽ എത്രയും പെട്ടെന്ന് സർക്കാർ ജോലി കൈ കിട്ടും കേട്ടോ. അപ്പോൾ ആ കാര്യം മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്